തൃശൂർ കുന്നംകുളത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വൈദികനായ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. കുന്നംകുളം ആൾത്താറ്റ് ഹോളി ക്രോസ് വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഞാനൊരു ഗെയിം കളിക്കുകയാണ്. ഗെയിമിന് ഔട്ടായപ്പോൾ ഞാൻ മണ്ണിലുള്ള സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. എൻ്റെ മുമ്പിൽ ഒരു ചേട്ടനായിരുന്നു. ഒരു ചേട്ടൻ ഓടിയപ്പോൾ ആ മണ്ണിൽ എൻ്റെ കണ്ണിയായപ്പോൾ എൻ്റെ കാലിൽ സ്ലിപ്പായിട്ട് എൻ്റെ കാലിൽ ആ മണ്ണ് ആ ചേട്ടൻ്റെ മേത്ത് വീണു. ഇതൊക്കെ ഫിബിയും ഫാദർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാദർ വന്നപ്പോൾ ചിവി പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് അമ്മേനെ വിളിച്ചു. നിങ്ങൾക്ക് സ്കൂളിൻ്റെ കാര്യം പറയാൻ പറ്റുന്നുള്ളൂ, എന്താ നിൻ്റെ മോൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ കൊണ്ടുപോയി. വടി പൊട്ടണമായി അടിച്ചു. എന്നിട്ട് പിച്ചും ചെയ്തു. പയറ്റപ്പോൾ നന്നായി പിച്ചുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സോഡ പൊക്കാൻ പറ്റില്ല. സോഡ പൊക്കുമ്പോൾ എനിക്ക് വാൻ എടുക്കണ്ടായിരുന്നു. എനിക്ക് കാലൊന്ന് വാൻ എടുക്കണ്ടായിരുന്നു. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് പോയത്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ മകൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ണ് പാറി എന്ന് പറഞ്ഞ കാരണം പറഞ്ഞപ്പോൾ വൈസ് പ്രിൻസിപ്പാൾ അച്ഛൻ അവനെ ചെവി തൂക്കി പിടിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി അകാരമായി പീഡിപ്പിച്ചു. വടി പൊട്ടുന്ന വരെ കുട്ടീനെ അടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം കയ്യുമ്മ നുള്ളിയിട്ട് തോലെടുത്ത് കളഞ്ഞു. ഇത് വളരെ ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മൊഴിയെടുപ്പ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. CAയുടെ ഓഫീസിലും മൊഴിയെടുപ്പും FIRും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ അധികൃതരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അധികൃതർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എല്ലാവരുടെ മേത്തേക്കും മണ്ണെടുത്ത് എറിയായിരുന്നേന്നാണ്. പക്ഷേ അതൊന്നും അവിടെ സംഭവിച്ചില്ല. അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ചുരുങ്ങി 2-4 തവണ നമ്മുടെ ഫോണിലേക്ക് വിളിച്ച് ക്ഷമാർപ്പണം പറയലും കാര്യങ്ങളുണ്ടായിരുന്നു. തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്ന്. ഞാനതിന് തയ്യാറല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ അകാലമായി അടിക്കുക എന്ന് പറഞ്ഞാൽ പുറമെല്ലാം അടിച്ച് വീർത്തേക്കാണ്. വടി പൊട്ടുന്ന വരെയാണ് അടിച്ചുള്ളത്. സ്കൂള് ആർത്താറ്റ് ഹോളി ക്രോസ് ആണ്. ഫാദറിൻ്റെ പേര് ഫെബിൻ കുത്തൂരി, വൈസ് പ്രിൻസിപ്പാളാണ്. അത് തുടർന്ന് മുന്നും കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്. അനീഷ് ആന്റണി ചേരുന്നു ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾക്കായി. ഏകദേശം ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്നും കുട്ടിയുടെ പിതാവിൻ്റെ സംഭാഷണത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായി. വൈദികൻ്റെ പേര് പറയുകയുണ്ടായി, ആ സ്കൂളിൻ്റെ പേര് പറയുകയുണ്ടായി. ഏറ്റവും അവസാനത്തെ വാക്യമായിട്ട് ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യം, മറ്റു കുട്ടികളെയും ഇതിന് സമാനമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്, ആ രീതിയിലുള്ള ചരിത്രമുണ്ട് എന്നാണ്. അതടക്കമുള്ള കാര്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അനീഷ് ആന്റണിക്ക് ഈ വാർത്തയോട് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം എന്താണ്? ബനേഷ്, ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന കാര്യം വെറും ഒരു അധ്യാപകനല്ല, അദ്ദേഹം ഒരു വൈദികൻ കൂടിയാണ് എന്നതാണ്. ഈ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഇത്രയും വലിയൊരു ദുരനുഭവം അല്ലെങ്കിൽ ഒരു പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ അനീഷ് ആന്റണി ഒരു നിമിഷം, നേരത്തെ നമ്മൾ ഈ 2 പേരുടെയും സംഭാഷണങ്ങൾ മാത്രമാണ് കാണുകയുണ്ടായത്. അനീഷ് ആന്റണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ആ കുട്ടിയെ മർദ്ദിച്ചതിന്റെ പാടുകൾ അടങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിഭീകരമായിട്ടുള്ള ദൃശ്യമാണ് അത്. ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വട്ടത്തിൽ കാണുന്ന ആ പാടുകൾ വൈദികൻ പിച്ചി പൊക്കി എടുത്തുകൊണ്ട് പോയതിൻ്റെ പാടുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ട് അനീഷ് ആന്റണി തുടരൂ. തീർച്ചയായും ബനേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു വൈദികൻ കൂടിയാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ വക്താക്കളാകേണ്ടവരാണ് വൈദികര്. ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ചെറിയൊരു കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഇത്രയും വലിയൊരു ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കയ്യിൽ കാണുന്ന ആ പാട് പിച്ചി നുള്ളി തൊലി എടുത്ത ഒരു പാടാണ് കാണുന്നത്. പുറത്തും പാടുകളുണ്ട്. ഈ കളിക്കുന്നതിനിടെ മണ്ണ് തെറിച്ചു. ആ ഒരു കുട്ടി കളിക്കുന്നതിനിടെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഈ അധ്യാപകൻ ആയിട്ടുള്ള വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഈ അച്ഛൻ ഈ കുട്ടിയുടെ ചെവിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ എത്തിച്ച് വടി ഒടിയുന്ന വരെ അടിച്ചു എന്നാണ് കുട്ടിയും രക്ഷിതാവും പറയുന്നത്. കാലിലും പുറത്തും ഒക്കെ ക്രൂരമായി മർദ്ദിച്ചു. കൂടാതെ ഈ കൈയിന്റെ പുറകുവശത്ത്, കൈ തണ്ടയുടെ മുകളിലായ പുറകുവശത്ത് പിച്ചി തിരുമ്മി തൊലി എടുത്ത പാടുണ്ട്. കുട്ടിക്ക് അസഹ്യമായ വേദന കൊണ്ട് കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അന്ന് തന്നെ കൊണ്ടുപോയി. അവിടെ ആശുപത്രി അധികൃതർ ഈ കുന്നംകുളം പോലീസിൽ ഈ വിവരം ഇന്റിമേഷൻ നൽകുകയുണ്ടായി. ഇതനുസരിച്ചാണ്
ഇരുവരെയും വിളിപ്പിച്ച് കുന്നോളം പോലീസ് മൊഴിയെടുത്ത് ഇപ്പോൾ ഈ വൈദികനായിട്ടുള്ള സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഈ അധ്യാപകനായിട്ടുള്ള ഫെബിൻ കുത്തൂർ എന്ന് പറയുന്ന ആൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് BNS ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ചൈൽഡ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഈ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി കൂടി നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയുടെ മൊഴിയും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് തൃശ്ശൂരിലെ മറ്റൊരു സ്കൂളിൽ ഇത് സമാന രീതിയിൽ അധ്യാപികയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ഒരു വിദ്യാർത്ഥിയൊക്കെ ഉണ്ടായ അന്ന് അധ്യാപികയെ നെടുവ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുന്നംകുളത്തെ അർത്താറ്റിലുള്ള ഹോളി ക്രോസ് വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അതേ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിൽ നിന്നും ഇത്തരത്തിൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ബനീഷ്.